വീട്ടിൽ ചാനലുകൾ മിന്നിമറയുന്നുണ്ടെങ്കിൽ റഹ്മത്തിന്റെ കവാടം, റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചില്ലേ, ലാ തദ്ഖുലു മലായികത്തുർ റഹ്മാൻ ഫീ ബൈത്തിൻ ഫീഹി കൽബുൻ വസുറാ. ഒരു വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ കടക്കൂല. അവിടെ നായ ഉണ്ടെങ്കിൽ, കോലങ്ങളുണ്ടെങ്കിൽ, രൂപങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ കടക്കൂല. നമ്മൾ ഇന്ന് ഷോക്കേസുകളിൽ എല്ലാ ജന്തുക്കളെയും വാങ്ങിവെച്ചിരിക്കുകയാണ്. ആ വീടുകളിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ കടക്കൂല. വീട്ടിലെ ഒരു റൂം തിയേറ്ററാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ റഹ്മത്തിന്റെ മലക്ക് കടക്കൂല. വീട്ടിൽ നജസ് ശുദ്ധീകരിക്കാനുള്ള സംവിധാനമില്ല. റഹ്മത്തിന്റെ മലക്കുകൾ നജസുള്ള സ്ഥലത്തേക്ക് വരൂല. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ചില പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്, ടോയ്ലറ്റുകൾ അധികരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ റൂമിലും ടോയ്ലറ്റ്. ആ റൂമിൽ ടോയ്ലറ്റ് ഉള്ളതിട്ട് അത് വേണ്ട പോലെ പരിഹരിക്കുന്ന ആളുകളുണ്ടോ? ടോയ്ലറ്റിൽ നജസിന്റെ കേന്ദ്രമാണ്. അതിൽ കുട്ടികൾ വേറെ മൂത്രമൊഴിച്ചിട്ട് ചവിട്ടിങ് ഇറങ്ങിക്കാൻ. ആ റൂം എത്ര ഫിനിഷ് ചെയ്താലും നജസിൽ നിന്ന് ചിലപ്പോൾ ഒഴിവാവൂല. എത്ര ഭംഗിയുള്ള വീടാണെങ്കിലും നജസുള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് കടക്കൂല. അപ്പോൾ ടോയ്ലറ്റുകൾ അത്യാവശ്യത്തിന് വീടുകളിൽ വേണം, വേണ്ടാന്നല്ല. അത് പരിചരിക്കുന്നിടത്ത് പലപ്പോഴും സൂക്ഷ്മതയില്ല. നജസിൽ നിന്ന് ശുദ്ധീകരിക്കാനുള്ള ഇൽമ് ഇന്ന് മിക്ക സഹോദരിമാർക്കും ഇല്ല. കുട്ടി മൂത്രമൊഴിച്ചാൽ അവിടെ എങ്ങനെ വൃത്തിയാക്കണം? പിന്നെയാണെങ്കിലോ കുട്ടികൾക്ക് 24 മണിക്കൂറും സ്നഗ്ഗി കെട്ടിക്കൊടുത്തു വിടുകയാണ്. എപ്പോഴും അവർ നജസുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആ സ്നഗ്ഗി കെട്ടിയ, പാമ്പേഴ്സ് കെട്ടിയ കുട്ടി അതും കിട്ടിയിട്ട് എത്രയോ മണിക്കൂറായി. ഓരോ കമ്പനികൾ മത്സരിക്കുന്നത് പാമ്പേഴ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനാണ്. ഒരു കമ്പനിക്കാരൻ പറയും 12 മണിക്കൂർ അത് സേഫായി. അടുത്ത കമ്പനിക്കാരൻ പറയും 24 hours. വേറൊരു കമ്പനിക്കാരൻ പറയും 1 മാസത്തേക്കൊന്നും. അപ്പൊ ഈ കുട്ടി മൂത്രമൊഴിക്കുന്നതും കാഷ്ടിക്കുന്നതുമെല്ലാം ഈ പാമ്പേഴ്സിലുണ്ട്. ഉമ്മ നിസ്കരിക്കുന്ന മുസല്ലയിലേക്ക് ആ കുട്ടി വന്ന് കയറുക, സ്ഥലം നജസിൽ നിന്ന് ശുദ്ധിയായില്ല. ഉമ്മാന്റെ നിസ്കാരം വലിയ ജോറിൽ നടക്കുകയാണ്, പക്ഷേ നജസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിസ്കാരം. വീടുകളിൽ എങ്ങനെയാണ് നജസ് ശുദ്ധീകരിക്കേണ്ടത് എന്ന വിവരം ഉമ്മമാര്, പെങ്ങന്മാര് പഠിക്കണം. അല്ലാതെ വലിയ മോടിയുള്ള വീട്, വലിയ ജാടയുള്ള വീട്, പക്ഷേ ഒരു കുട്ടി മൂത്രമൊഴിച്ചാൽ എങ്ങനെ ശുദ്ധീകരിക്കണം, നജസ് അവിടെ നിന്ന് നീക്കണം എന്നറിയില്ല. അവിടെ ശുദ്ധീകരിക്കുന്നതിൽ ശ്രദ്ധയില്ല. അപ്പോ ചിലപ്പോ അത് തുടച്ചും കൊണ്ടങ്ങ് പോയി, എന്നാ റെഡിയായി നല്ല വേണമെങ്കിൽ ഒരു സ്പ്രേയോടെ അടിച്ചു, അതുകൊണ്ടാവൂല. നജസ് അവിടുന്ന് നീങ്ങണം. ആ നജസ് പൂർണ്ണമായും നീങ്ങുന്ന രീതിയിൽ നമ്മൾ ശുദ്ധീകരിക്കണം. ഇതുപോലെ ശുദ്ധീകരണം എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് ശുദ്ധി എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ്, ചെറിയ കാര്യമല്ല. നജാസത്ത് എന്ന് പറയുന്നത് വളരെ ദുരന്തമാണ്. ഇന്ന് നജീസ്, താഹിർ എന്നൊക്കെ പണ്ട് ആളുകൾ സാധാരണ പറയും. ആളുകൾക്ക് നജസിന്റെ ഗൗരവം അറിയുന്നില്ല. കുട്ടികൾ മൂത്രമൊഴിക്കുകയും അകത്തളങ്ങളിലുള്ള ടോയ്ലറ്റുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ചിന്തയെടുക്കുന്നില്ല. ഇസ്ലാമിന് അതിൽ വലിയ ഗൗരവമുണ്ട്. നജസുള്ള വീട് ബറക്കത്തില്ലാത്ത വീടാണ്. നജസ് നമ്മൾ പുരട്ടൽ അത് ഹറാമാണ്. തളമ്മുഹുൻ നജസി ഹറാം. ഉമ്മമാരെ, വീടുകൾ എത്ര മിനുക്കിയിട്ടാലും, എത്ര കോടിയുടെ വീട് പണിതാലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരണോ,
അവിടെ നജസുകളിൽ നിന്ന് മുക്തമായിരിക്കണം, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായിരിക്കണം. ത്വഹാറത്തിന്റെ ബാബ് നിങ്ങൾ പഠിക്കണം. ശുദ്ധീകരണം എങ്ങനെയാണ്? ഒരു മൂത്രം വീണാൽ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? നജസായ വസ്ത്രം എങ്ങനെയാണ് കഴുകേണ്ടത്? വെള്ളം ഏതാണ് ഉപയോഗിക്കേണ്ടത്? മുസ്തഅമലായ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ? തുടങ്ങിയുള്ള മസലകൾ ഇന്നുള്ള ആളുകൾ പഠിക്കുന്നില്ല. ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് കൂട്ടുകയാണ്. അങ്ങനെയായാൽ നമ്മുടെ വീടുകൾ ബറക്കത്തില്ലാത്ത വീടായി പോകും. അപ്പോൾ നമ്മുടെ വീടുകൾ ശുദ്ധിയുള്ള വീടായിരിക്കണം. നജസ് പുരളാത്ത വീട് അഥവാ നജസ് ഉണ്ടായാൽ ഉടനെ ശുദ്ധീകരിക്കുന്ന വീടായി നമ്മൾ സൂക്ഷിക്കണേ. അല്ലെങ്കിൽ അത് കാരണമായി നമ്മുടെ എല്ലാ അമലും നഷ്ടമായി പോകും, കഷ്ടമായി പോകും. അല്ലാഹുവിനെ ഭയക്കുന്നതിന്റെ ഭാഗമാണ് ത്വഹാറത്തുണ്ടായിരിക്കുക എന്നത്. ഈമാനിന്റെ പകുതിയാണ് ശുദ്ധി എന്ന്